In the previous class, we completed past perfect. പക്ഷെ അതൊരു ബേസിക് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ അത് പറഞ്ഞു തന്നത്. അല്ലാതെ ഈ കേറ്ററ്റ് യു പി എൽ പി അങ്ങനെയുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മിക്സഡ് ഫോമിലേക്ക് വരും. അതായത് സിമ്പിൾ പാസ്റ്റ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതും കൂടെ ഞാൻ പറഞ്ഞിട്ട് അടുത്തതിലേക്ക് പോവുകയുള്ളൂ. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു എക്സാമ്പിൾ മാത്രമേ ഞാൻ പറയുകയുള്ളൂ. ബാക്കി നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം. ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ കൃത്യമാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവിടെ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. കേട്ടിട്ട് യു പി ഏത് കേസ് ആയാലും, മറ്റ് സ്കൂളിലെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് മറ്റത് മാത്രം മതി. പക്ഷെ ഒരു മത്സര പരീക്ഷയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദ പേഷ്യന്റ് ഡാഷ് ബിഫോർ ദ ഡോക്ടർ കെയിം. ബിഫോർ ദ ഡോക്ടർ കെയിം ദ പേഷ്യന്റ് ഡാഷ്. സോ ഓപ്ഷനിൽ കാണും ഹാഡ് ഡൈറ്റ്, ഡൈറ്റ്, ഹാവ് ഡൈറ്റ്, ഹാസ് ഡൈറ്റ്. വിച്ച് വൺ യു ചൂസ്? ഏത് നിങ്ങൾ എടുക്കും? സിമ്പിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഓഫ് പാസ്റ്റ് ആണ്. അതായത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലായി. ദിസ് ക്ലോസ്, രണ്ട് ക്ലോസുകളാണ്. ബിഫോർ എന്ന് പറയുന്ന കൺജങ്ഷൻ വെച്ചിട്ട് രണ്ട് ക്ലോസുകളാണ്. ദ പേഷ്യന്റ് ഡാഷ്, ദ ഡോക്ടർ കെയിം. സോ ഇവിടെ നോക്കുക, ദ ഡോക്ടർ കെയിം എന്ന് പറയുന്നത് നമുക്കറിയാം സിമ്പിൾ പാസ്റ്റ് ആണ്. സബ്ജക്ട് പ്ലസ് V2. Subject plus V2 plus O. You know that. So as we know, the doctor came is simple past. അതിന് മുന്നേ നടന്നൊരു പ്രവൃത്തി പറയാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഫോർമുല എന്താണ്? Can you guess? ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് had died ആണ്. Had died. അതായത് ഒരു ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിന് മുന്നേ നടന്നൊരു പ്രവൃത്തി പറയാൻ വേണ്ടി പാസ്റ്റ് പെർഫെക്റ്റ് വേണം ഉപയോഗിക്കാൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതായത് നോക്ക്, ദ പേഷ്യന്റ് ഹാഡ് ഡൈഡ്, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇൻസിഡന്റ് ഹാപ്പൻഡ്. ആദ്യം നടന്ന ഇൻസിഡന്റ് അതാ, പേഷ്യന്റ് മരിച്ചു. ബിഫോർ ദ ഡോക്ടർ കെയിം, ഡോക്ടർ വന്നു എന്നുള്ളത് രണ്ടാമത്തതാണ്. ഡോക്ടർ വരുന്നതിന് മുന്നേ പേഷ്യന്റ് മരിച്ചു. സോ ഡോക്ടർ വന്നു, വരുന്നതിന് മുന്നേ രോഗി മരിച്ചു. ഡോക്ടർ വരുന്നതിന് മുമ്പേ രോഗി മരിച്ചു. സോ രോഗി മരിച്ചു എന്നുള്ളതാണ് ഫസ്റ്റ് നടന്ന സംഭവം. അപ്പൊ ഫസ്റ്റ് നടന്ന സംഭവത്തെ എന്തിൽ ഉപയോഗിക്കാവൂ? പാസ്റ്റ് പെർഫെക്റ്റില്. ക്ലിയർ ആണല്ലോ? പാസ്റ്റ് പെർഫെക്റ്റ് വേണം ആദ്യം നടന്ന സംഗതി. ആദ്യം വരുന്ന സെന്റൻസ് എന്നുള്ളതല്ല, ആദ്യം അവസാനം ഒക്കെ വരാം, തിരിച്ചും വരാം. ബിഫോർ ദ ഡോക്ടർ കെയിം ദ പേഷ്യന്റ് ഹാഡ് ഡൈഡ്. ദ പേഷ്യന്റ് ഹാഡ് ഡൈഡ് ബിഫോർ ദ ഡോക്ടർ കെയിം. സോ സിമ്പിൾ പാസ്റ്റ് പറഞ്ഞാൽ ആ സംഭവം രണ്ടാമത് നടന്നതും ആദ്യം നടന്ന സംഭവം പാസ്റ്റ് പെർഫെക്റ്റിലും പറയണം. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? തിരിച്ചും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദ പേഷ്യന്റ് ഹാഡ് ഡൈഡ് ബിഫോർ ദ ഡോക്ടർ ഡാഷ്, അങ്ങനെയും ചോദിക്കാം. കം, കെയിം, അങ്ങനെ വെച്ച് ഹാസ് കം ഒക്കെ വെച്ച് ചോദിക്കും. അപ്പം യു ഷുഡ് ചൂസ് കെയിം. ഓക്കെ, V2 ഉപയോഗിക്കാവൂ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അറിയാം 8th one, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഞാൻ കുറെ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം ക്ലാരിറ്റിയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഒരു എന്താ പറയുക, എക്കോ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. ഇത് അത്രത്തോളം ഇല്ല, എന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ടാവും. കാരണം നമ്മളൊരു എന്താ പറയുക, ഓപ്പൺ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ എടുത്താലും തീർച്ചയായിട്ടും ഔട്ട്സൈഡ് ഡിസ്ട്രാക്ഷൻസ് ഒരുപാട് വരുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് ക്ലാസ്സുകൾ കേൾക്കുക. ഇനി അങ്ങോട്ട് പോകുമ്പോൾ മാക്സിമം കുറയ്ക്കാൻ നോക്കാം എന്നുള്ളതാണ്. അതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞു. സോ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ 8th one ആണ്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ്. വീഡിയോ ക്ലാസ്സുകൾ കാണുക. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് മീൻസ് ആൻ ആക്ഷൻ സ്റ്റാർട്ടഡ് ഏർലി ആൻഡ് കണ്ടിന്യൂയിങ് നൗ. ഒരു പ്രവൃത്തി നേരത്തെ തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിലേ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാവൂ. നമുക്കറിയാം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് ആവുമ്പോൾ ഹാസും ഹാവും ഹാഡ് ആകുന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം ഫോർമുലയിൽ. പക്ഷെ ഇതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കേൾക്കുക. an action continuing, an action continued ആണ് കേട്ടോ. an action continued in a particular period of time in the past. an action continued
നൗ ഇറ്റ്സ് നോട്ട് കണ്ടിന്യൂയിങ്. ഇപ്പൊ അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. an action continued കണ്ടോ അവിടെ പറയുന്നുണ്ട് പാസ്റ്റ് പെർഫെക്റ്റ്. ദാറ്റ് മീൻസ് an action started തുടങ്ങി and continued and stopped there or ends there, അവിടെ തന്നെ തീരുകയാണ്. so an action continued at a particular period of time in the past, that is past perfect continuous. ഒരു പ്രവൃത്തി ഒരു പർട്ടിക്കുലർ പീരീഡില്, ഒരു സ്പെസിഫിക് പീരീഡില്, ഒരു ടൈം പീരീഡില് കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു, ഇപ്പൊ ഇല്ല. സോ പാസ്റ്റ് കണ്ടിന്യൂസ് പോലെയൊക്കെ തന്നെ ഒരു ഇതാണ്, പക്ഷെ ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ കണ്ടിന്യൂ ചെയ്യുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. തീർച്ചയായിട്ടും പ്രസന്റ് പെർഫെക്റ്റിന്റെ ഫോമുല അറിയാമെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഫോമുല ഈസിയാണ്. നോക്കൂ, സബ്ജക്ട് പ്ലസ് ഹാസ്, ഹാവ് ആയിരുന്നു പ്രസന്റ്, ഇത് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് verb plus ing plus o. okay, subject plus had plus been plus verb plus ing plus others or object. has ഉം have ഉണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ had has ഉം have ഉം ആയിരുന്നു. അവിടെ നമ്മൾ നോക്കണം സബ്ജക്ട് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കണം. ഇവിടെ അതിന്റെ ആവശ്യകത ഇല്ല. an action continued at a particular period of time in the past. നമ്മൾ പിന്നെ വേറൊരു ഹിന്റ് ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു ഒരു എന്താ പറയാ ഒരു ക്ലൂ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ. നമുക്ക് പെർഫെക്റ്റുകൾക്ക് V3 ഉണ്ടാകും, ബീൻ. കണ്ടോ, ഇത് ആമി സാറിന്റെ V3 ആണ് ബീൻ. കണ്ടോ, ആമി സാറിന്റെ V3 ആണ് ബീൻ. കണ്ടിന്യൂസ് എന്ന് എവിടെ കണ്ടാലും ing ഉണ്ടാകും. പെർഫെക്റ്റ് എവിടെ കണ്ടോ അവിടെ V3 ഉണ്ടായിരിക്കും. പെർഫെക്റ്റും കണ്ടിന്യൂസും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ V3 ഉം V4 ഉം ഉണ്ടായിരിക്കും. V4 എന്ന് വെച്ചാൽ verb plus ing ഉണ്ടായിരിക്കും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനി എക്സാമ്പിളിലേക്ക് പോവാം. this sentence നോക്കിയേ, I had been studying at GMGHSS from 2005 to 2008. 2005 to 2008, that's a particular period of time in the past. okay, clear ആണോ? that continued, that's studying. I had been schooling, we can say schooling or studying. I had been studying at GMGHSS from 2005 to 2008. അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എവിടെയാ? MGHSS എന്ന് പറഞ്ഞ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2005 മുതൽ 2008 വരെ, ആ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം ആണ് 5 വരെയുമുള്ളത്. ക്ലിയർ ആണോ ഇവിടെ എല്ലാവർക്കും? ക്ലിയർ ആണല്ലോ. സോ ഇതാണ് ഒരു എക്സാമ്പിൾ പോലെ. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഇറ്റ് ഹാഡ് ബീൻ റെയിനിങ്. ഇറ്റ് ഹാഡ് ബീൻ റെയിനിങ് many hours. it had been raining for many hours today morning എന്ന് നമുക്ക് പറയാം. അതൊരു എക്സാമ്പിൾ ആണ്. ഒരുപാട് മണിക്കൂറുകളായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ many hours എന്നുള്ളത് ഇറ്റ്സ് വാട്ട് പീരീഡ് ഓഫ് ടൈം ആണ്. ഒരു എക്സാമ്പിൾ മതിയാകും. നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലേക്ക് വരണം. പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഇനിയും ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എടുത്തു തരും. ഈ ഗ്രാമർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരു 1 to 10 ക്ലാസ്സുകളിലും +1 +2 അതുപോലെ ഏത് കോളേജ് ലെവലിലുള്ള സ്റ്റുഡൻസിനും എല്ലാം ഇംഗ്ലീഷ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആസ് വി നോ ഇംഗ്ലീഷ് ഈസ് എ ലിംഗ്വ ഫ്രാങ്ക ആണ്. അതായത് ഏത് രാജ്യത്ത് നാട്ടിൽ പോയാൽ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചാൽ മാത്രമേ യൂസ് ഉള്ളൂ. അപ്പൊ ഇതിനെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും അതുപോലെ തന്നെ ഇംഗ്ലീഷിന്റെ മാർക്കുകളും എക്സാമിന് സ്കോർ ചെയ്യാനും തീർച്ചയായും ക്ലാസ്സുകൾ ഉപകരിക്കും. ഇനിയും വീണ്ടും ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടെ അമർത്തി നോട്ടിഫിക്കേഷൻ വരുന്ന രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിച്ച് വെക്കുക. നിങ്ങളുടെ തീർച്ചയായിട്ടും ഞാൻ തരുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും നിങ്ങൾക്ക് കാണാനും സാധിക്കും, പഠിക്കാനും സാധിക്കും. സോ കൃത്യമായി ഫോളോ ചെയ്യുക. ഏത് ലെവലിലുള്ള സ്റ്റുഡൻസിനും പഠിക്കാൻ പറ്റുന്ന തരത്തിൽ വളരെ നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ എടുത്തു തരുന്നതായിരിക്കും. താങ്ക് യു. ഓക്കെ.